എല്ലാവർക്കും നമസ്കാരം. ഞാൻ പ്രൊഫസർ ആർ കെ ബിജു. ആർ കെ ബീസ് ലീഗൽ ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. എന്താണ് സിവിൽ ക്രിമിനൽ നടപടിക്രമങ്ങൾ തമ്മിലുള്ള വ്യത്യാസം? എന്താണ് ഒരു സിവിൽ കേസും ക്രിമിനൽ കേസും തമ്മിലുള്ള അടിസ്ഥാനപരമായ വ്യത്യാസങ്ങൾ? ക്രിമിനൽ കോടതിയും സിവിൽ കോടതിയും എങ്ങനെയാണ് വ്യത്യസ്തമായിരിക്കുന്നത്? ഇത്തരത്തിലുള്ള സംശയങ്ങൾ സാധാരണയായി ഉന്നയിക്കപ്പെട്ട് കാണാറുണ്ട്. വളരെ ലളിതമായി അടിസ്ഥാനപരമായ വ്യത്യാസങ്ങൾ സൂചിപ്പിക്കാനാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. ഞാനൊരു ചെറിയ ഇല്ലസ്ട്രേഷൻ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. എൻ്റെ സ്നേഹിതനായിരുന്ന എക്സ് എന്ന ആൾ എന്നോട് കടം വാങ്ങിയ 1,00,000 രൂപ പറഞ്ഞ സമയത്ത് അദ്ദേഹം തിരിച്ചു തന്നില്ല. പലവട്ടം ചോദിച്ചിട്ടും അദ്ദേഹം ആ പണം എനിക്ക് പല കാരണങ്ങൾ പറഞ്ഞ് തരാതിരിക്കുകയാണ് ചെയ്തത്. അവസാനം എനിക്ക് വലിയൊരു സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായ ഈ കഴിഞ്ഞ ദിവസം ഞാൻ അദ്ദേഹത്തെ സമീപിക്കുകയും പണം വേണമെന്ന് കർശനമായി ആവശ്യപ്പെടുകയും ചെയ്തപ്പോൾ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളായിട്ടുള്ള ചില ആൾക്കാരും ചേർന്ന് എന്നെ അതിക്രൂരമായി ആക്രമിക്കുകയും അപായപ്പെടുത്താൻ തന്നെ ശ്രമിക്കുകയും അതിൻ്റെ ഫലമായി ഗുരുതരമായി പരിക്കേറ്റ് ഞാനിപ്പോൾ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ് എന്നും കരുതുക. ഈ കേസുകൾ എങ്ങനെയാണ് മുന്നോട്ട് പോവുക? ഇപ്പോൾ എനിക്ക് 2 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, എൻ്റെ 1,00,000 രൂപ തിരിച്ചു കിട്ടിയിട്ടില്ല, അത് കിട്ടണം. 2, അത് ചോദിച്ചു എന്ന എന്നെ ശാരീരികമായി ആക്രമിച്ചതിനുള്ള പരിഹാരവും വേണം. ഈ 2 തരത്തിലുള്ള നടപടിക്രമങ്ങളും എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ മുന്നോട്ടേക്ക് പോവുക എന്ന് നമുക്ക് പെട്ടെന്നൊന്ന് പരിശോധിക്കാം. ഞാനിപ്പോൾ മെഡിക്കൽ കോളേജിൽ ICUവിലാണ് എന്ന് കരുതുക. എങ്ങനെയാണ് ഞാൻ ഈ വിവരം പുറത്ത് പറയുന്നത്? എനിക്ക് സംസാരിക്കാൻ കഴിയുമെങ്കിൽ ഞാനോ അല്ലെങ്കിൽ എന്നെ ഹോസ്പിറ്റലിലാക്കിയിട്ടുള്ള ആളുകളോ ഡോക്ടറോട് ഈ കാര്യങ്ങൾ സൂചിപ്പിക്കും. ഇങ്ങനെയൊക്കെയാണ് ഈ കാര്യങ്ങൾ, ഈ അപകടം പരിക്ക് പറ്റാനിടയായത് എന്ന കാര്യം സൂചിപ്പിച്ചാൽ ഒരു ഗുരുതരമായ കുറ്റകൃത്യം നടന്നതായിട്ട് അറിവ് ലഭിക്കുന്ന ഏത് പൗരനും എന്നതുപോലെ തന്നെ ഹോസ്പിറ്റൽ അതോറിറ്റിയും ഇക്കാര്യം ബന്ധപ്പെട്ട പോലീസിനെയോ അതുപോലെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥരെയോ അറിയിക്കാനുള്ള ബാധ്യതയുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് ഇത് ആദ്യമായി പോലീസിൻ്റെ അറിവിലേക്കെത്തും. അതല്ല, എൻ്റെ കൂടെയുള്ളവർ തന്നെ പോലീസിനെ അറിയിക്കാം. എങ്ങനെയായാലും ഈ വിവരം പോലീസിന് ആദ്യമായി അറിവ് ലഭിക്കുമ്പോൾ പോലീസ് അത് രേഖപ്പെടുത്തി നടപടിക്രമങ്ങളിലേക്ക്, അന്വേഷണത്തിലേക്ക്, ഈ പറയുന്നത് സത്യമാണോ എന്നൊക്കെയുള്ള അന്വേഷണത്തിലേക്ക്, തെളിവെടുപ്പിലേക്കും പോവുകയാണ് ചെയ്യുക. ഇത്തരത്തിൽ പോലീസിന് ഒരു കോഗ്നൈസബിൾ ഒഫൻസിനെക്കുറിച്ച്, ഗുരുതരമായിട്ടുള്ള ഒരു കുറ്റകൃത്യത്തെക്കുറിച്ച് ആദ്യമായി അറിവ് ലഭിക്കുന്നതിനെയാണ് നമ്മൾ FIR, ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഇൻഫർമേഷൻ, ഒരു ക്രൈമിനെക്കുറിച്ചുള്ള, ഒരു കുറ്റകൃത്യത്തെക്കുറിച്ചുള്ള ആദ്യത്തെ അറിവാണ്. പോലീസ് സ്റ്റേഷനിൽ ലഭിക്കുന്ന ആദ്യത്തെ അറിവിനെയാണ് നമ്മൾ FIR എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. FIRനെ കുറിച്ചൊക്കെ തന്നെ കുറച്ചുകൂടി വിശദമായിട്ടുള്ള മറ്റൊരു വീഡിയോയിൽ പറയാം എന്ന് കരുതുകയാണ്. ഇപ്പോഴത്തെ ആവശ്യത്തിന് വേണ്ടി FIR ലഭിച്ചു കഴിഞ്ഞാൽ പോലീസ് അതിനെക്കുറിച്ച് അന്വേഷിക്കും. ഞാൻ പറഞ്ഞത്, എൻ്റെ മൊഴിയടക്കം മറ്റ് തെളിവുകളൊക്കെ ശേഖരിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞത് ശരിയാണ് എന്ന് പോലീസിന് ബോധ്യമാവുകയാണെങ്കിൽ അത്തരത്തിലൊരു റിപ്പോർട്ട് പോലീസ് കോടതിയിലേക്ക് അയക്കും. അത് ഏത് കോടതിയിലാണ് അയക്കേണ്ടത്, എവിടുത്തെ കോടതിക്കാണ് അതിന് അധികാര പരിധിയുള്ളത്, ഇത്തരം കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ഇപ്പോൾ സംസാരിക്കുന്നില്ല. ആ നടപടിക്രമങ്ങളിലൂടെ പോയി ഈ കാര്യങ്ങൾ പോലീസ് ഒരു ഫൈനൽ റിപ്പോർട്ട്, ഒരു ചാർജ് ഷീറ്റ് എന്ന് നമ്മൾ സാധാരണ പറയുന്ന ഒരു ചാർജ് ഷീറ്റ് കൊടുത്ത് ആ കേസ് കോടതിയിലെത്തുകയാണ് ക്രിമിനൽ കേസിൻ്റെ കാര്യത്തിൽ സംഭവിക്കുന്നത്. ഇനി പോലീസ് അങ്ങനെ കേസെടുക്കുന്നില്ല എന്നാണെങ്കിൽ നമുക്ക് അഗ്രീവ്ഡ് ആയിട്ടുള്ള, പരാതിക്കാരനായിട്ടുള്ള ആൾക്ക് നേരിട്ട് കോടതിയെ സമീപിക്കാനും സാഹചര്യമുണ്ട്. ഇത്തരത്തിൽ കോടതിയുടെ മുമ്പിൽ ഒരു ക്രിമിനൽ കേസ് എത്തുന്നത് ആണ് ക്രിമിനൽ കേസിനെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ ആ ക്രിമിനൽ കേസിൽ ആരൊക്കെയാണ് കക്ഷികൾ? ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ ക്രിമിനൽ കേസിൽ പരിക്ക് പറ്റിയ ഞാൻ ഒരു കക്ഷിയല്ല, ഞാൻ അതിലെ ഒന്നാമത്തെ സാക്ഷി മാത്രമാണ്. തീർച്ചയായിട്ടും എക്സ് എന്ന് പറയുന്ന ആൾ, എന്നെ ആക്രമിച്ച ആൾ, പ്രതിയാണ്. അദ്ദേഹം ഒരു സൈഡിലുണ്ട്. മറ്റേ സൈഡിൽ ഉള്ളത് ഞാനല്ല, വിക്റ്റിമല്ല, ഇരയായിട്ടുള്ള ആളല്ല, മറിച്ച് സ്റ്റേറ്റാണ്, ഗവൺമെൻറ്റാണ്. അപ്പം ഒരു ക്രൈം എന്ന് പറയുന്നത് ഈസ് റിഗാർഡഡ് ആസ് എ റോങ് കമ്മിറ്റഡ് അഗെയിൻസ്റ്റ് ദ സൊസൈറ്റി ആസ് എ ഹോൾ, നോട്ട് ഓൺലി അഗെയിൻസ്റ്റ് ദ വിക്റ്റിമിനെതിരെ മാത്രമല്ല, സൊസൈറ്റിക്ക് ആകെയുള്ള ഒരു കുറ്റകൃത്യമായിട്ടാണ്, ഒരു റോങ് ആയിട്ടാണ് ഒരു ക്രൈമിനെ നമ്മൾ കണക്കാക്കുന്നത്.
ഇപ്പോൾ ഉദാഹരണത്തിന് പറയാനാണെങ്കിൽ ഈ എക്സ് എന്നോട് കടം മേടിച്ച പണം തിരിച്ചു തന്നില്ല എന്നുള്ളത് ഒരു കുറ്റകൃത്യമല്ല, ഒരു ക്രൈമല്ല. അയാൾ എന്നെ ആക്രമിച്ചതാണ് ഒരു ക്രൈം. എന്നാൽ എക്സ് എന്ന കള്ളൻ എൻ്റെ വീട്ടിൽ നിന്ന് 1,00,000 രൂപ മോഷ്ടിച്ചു എന്ന് വിചാരിക്കുക. എൻ്റെ 1,00,000 രൂപ ഇതേപോലെ തന്നെ നഷ്ടത്തിലാണ്. 1,00,000 രൂപ എക്സ് എന്ന് പറയുന്ന കള്ളൻ മോഷ്ടിച്ചിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ സമൂഹത്തിനാകെ തന്നെ ഒരു താല്പര്യമുണ്ട്. കാരണം നാളെ ഈ കള്ളൻ പിടിക്കപ്പെടാതെയും ശിക്ഷിക്കപ്പെടാതെയും ഇരുന്നാൽ നിങ്ങൾ ഓരോരുത്തരുടെയും വീട്ടിൽ നിന്ന് ഇയാൾ മോഷണം നടത്താം എന്ന സാഹചര്യം നിലവിലുള്ളതുകൊണ്ട് ഒരു ക്രൈമിനെ സംബന്ധിച്ചിടത്തോളം അത് സമൂഹത്തിലെ മറ്റ് അംഗങ്ങളുടെയും കൂടി താല്പര്യത്തിലുള്ള കൺസേൺ ഉള്ള ഒരു കാര്യമായിട്ട് വരും. എന്നാൽ എന്നോട് കടം വാങ്ങിയ എക്സ് എനിക്ക് പണം തിരിച്ചു തന്നില്ല എന്നുള്ളത് എൻ്റെ മാത്രം പ്രശ്നമാണ്. നിങ്ങൾക്കാർക്കും അതിൽ ബുദ്ധിമുട്ടുണ്ടാവേണ്ട ആവശ്യമില്ല, സമൂഹത്തിലെ മറ്റാർക്കും അതിൽ ബുദ്ധിമുട്ടുണ്ടാവേണ്ട ആവശ്യമില്ല. അപ്പം ഞാൻ സൂചിപ്പിച്ചു കൊണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം ഒരു സിവിൽ റോങ്, ഞാൻ റോങ്സ് എന്താണ് റൈറ്റ്സ് എന്താണ് എന്നൊക്കെയുള്ളത് മുൻ വീഡിയോകളിൽ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഒരു റൈറ്റ് വയലേറ്റ് ചെയ്യപ്പെടുമ്പോൾ സംഭവിക്കുന്ന കാര്യത്തിനാണ് നമ്മൾ റോങ് എന്ന് പറയുന്നത്. ആ റോങ് എന്ന് പറയുന്നത് സിവിൽ റോങ്ങോ ക്രിമിനൽ റോങ്ങോ ആവാം. സിവിൽ റോങ് ആണെങ്കിൽ സിവിൽ പരിഹാരങ്ങളും ക്രിമിനൽ റോങ് ആണെങ്കിൽ ക്രിമിനലായിട്ടുള്ള പരിഹാരങ്ങളുമാണ് നമുക്ക് ലഭ്യമാവുക. ഒരു റോങ് ക്രിമിനലാണോ എന്നെങ്ങനെ അറിയാൻ കഴിയും? ഒരു റോങ് ക്രിമിനൽ ആവണമെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻ, നിയമത്തിൻ്റെ ഏതെങ്കിലും ഒരു സെക്ഷൻ വഴി ആ പ്രവൃത്തി ഒരു ക്രൈമായി, കുറ്റകൃത്യമായി നിർവചിച്ചിട്ടുണ്ടാവണം, ഡിഫൈൻ ചെയ്യപ്പെട്ടിട്ടുണ്ടാവണം. അങ്ങനെ ഡിഫൈൻ ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ അതൊരു ക്രൈമല്ല, അപ്പോഴും അതൊരു റോങ് തന്നെയാണ്, അതൊരു സിവിൽ റോങ് ആണ്. നല്ലൊരു ഉദാഹരണം പറയാനാണെങ്കിൽ 1988 അക്കൗണ്ടിൽ പണമില്ലാതെ ചെക്ക് മടങ്ങിയാൽ അതൊരു ക്രിമിനൽ കുറ്റമായി മാറുന്നത്. ആ നിയമം നടപ്പിലായതിൻ്റെ തലേ ദിവസം ഈ കാര്യം സംഭവിച്ചാൽ എന്തായിരിക്കും ഉണ്ടാവുക? അല്ലെങ്കിൽ ഒരു മാസം മുൻപ് ഈ കാര്യം സംഭവിച്ചാൽ എന്തായിരിക്കും ഉണ്ടാവുക? അപ്പോഴും അതൊരു തെറ്റ് തന്നെയാണ്. പക്ഷേ അതിന് ക്രിമിനൽ കുറ്റമായി ഡിഫൈൻ ചെയ്യപ്പെട്ടിട്ടില്ല. 88 ഈ സ്റ്റാറ്റ്യൂട്ട് വന്നതിന് ശേഷം, അമെൻമെൻറ്റ് വന്നതിന് ശേഷം അത് ക്രിമിനൽ കുറ്റമാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷനിൽ നിങ്ങൾ ചെയ്ത പ്രവൃത്തി കുറ്റകൃത്യമാണ് എന്ന് ഡിഫൈൻ ചെയ്യുമ്പോൾ മാത്രമാണ് ഒരു കാര്യം ക്രൈം ആവുന്നത്. അല്ലാത്ത നിങ്ങൾക്കുണ്ടാവുന്ന എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും നിങ്ങളുടെ റൈറ്റ്സിൻ്റെ വയലേഷൻസും സിവിൽ നടപടികളിലൂടെയുള്ള പരിഹാരമാണ് ലഭ്യമാവുക. അപ്പോൾ നിങ്ങളുടെ പ്രശ്നം സിവിലാണോ ക്രിമിനലാണോ എന്ന് ഇത്തരത്തിൽ തീരുമാനിക്കണം. നിങ്ങളുടെ പ്രശ്നം, നിങ്ങൾക്കെതിരെ ഉണ്ടായിട്ടുള്ള റൈറ്റിൻ്റെ വയലേഷൻ, നിങ്ങളുടെ ഒരു റൈറ്റിൻ്റെ വയലേഷൻ ഉണ്ടായിട്ടുള്ളത് ഒരു ക്രിമിനൽ സ്റ്റാറ്റ്യൂട്ടിൽ, ഒരു പീനൽ സ്റ്റാറ്റ്യൂട്ടിൻ്റെ ഏതെങ്കിലും ഒരു സെക്ഷൻ വഴി ഒരു ക്രൈമായി ഡിഫൈൻ ചെയ്യാത്തിടത്തോളം അതൊരു ക്രിമിനൽ കുറ്റമല്ല, അതൊരു സിവിൽ റോങ് മാത്രമാണ്. അതിന് സിവിലായിട്ടുള്ള പരിഹാരങ്ങൾ ഉണ്ടാവും. എന്നാൽ ക്രിമിനലായി ഡിഫൈൻ ചെയ്തിട്ടുള്ള, ഒരു ക്രൈമായി ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് നിങ്ങൾക്കെതിരെ സംഭവിച്ചിട്ടുള്ളതെങ്കിൽ അതൊരു ക്രിമിനൽ നടപടിക്രമത്തിനും കൂടി വിധേയമാകാവുന്ന കാര്യമാണ്. ചില കാര്യങ്ങളൊക്കെ സിവിലും ക്രിമിനലും ഒരേ സമയം നടപടികൾ, സിവിൽ കോടതിയിലും ക്രിമിനൽ കോടതിയിലും ഒരേ സമയം നടപടികൾക്ക് വിധേയമാവുന്നതും ആണ്. ഞാൻ പറഞ്ഞു വരുന്നത്, എനിക്കിപ്പോൾ 1,00,000 രൂപ എക്സിൽ നിന്ന് കിട്ടാനുണ്ട്. എക്സ് എന്നെ ആക്രമിച്ചതിന് പരിഹാരവും ഉണ്ടാവണം. എക്സ് എന്നെ ആക്രമിക്കുക എന്നുള്ളത് എൻ്റെ മാത്രം പ്രശ്നമല്ല, സമൂഹത്തിൻ്റെ ആകെ തന്നെ പ്രശ്നമാണ്. കാരണം ഇതേപോലെയുള്ള ആക്രമണങ്ങൾ ആർക്കെതിരെയും ഉണ്ടാവരുത് എന്നുള്ളത് സമൂഹത്തിൻ്റെ ആകെ തന്നെ ഒരു കൺസേൺ ആണ്. ആ നിലയ്ക്ക് സമൂഹത്തിൻ്റെ ഒരു പ്രശ്നമായിട്ടത് കാണുകയും സമൂഹത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് എന്നുള്ള നിലയ്ക്ക് ഗവൺമെൻറ് അക്കാര്യത്തിൽ കേസ് നടത്തുകയും പ്രോസിക്യൂട്ടർ സ്റ്റേറ്റിന് വേണ്ടി കേസ് നടത്തുകയും അപ്പുറത്തെ സൈഡിൽ അതിനെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് പ്രതിയുടെ കാര്യങ്ങൾ പറയുകയും ആ നിലയ്ക്ക് സ്റ്റേറ്റും പ്രതിയും തമ്മിലുള്ള ഒരു കേസായി ഒരു ക്രിമിനൽ കേസ് മുന്നോട്ട് പോവുകയും ചെയ്യും. എന്നാൽ ഞാൻ 1,00,000 രൂപ കിട്ടാൻ വേണ്ടി സിവിൽ കോടതിയിൽ ഒരു കടം കൊടുക്കാനുണ്ടാവുന്നത് ഒരു ക്രിമിനൽ കുറ്റമായി ഇന്ത്യയിൽ ഡിഫൈൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് അതൊരു സിവിൽ റോങ് മാത്രമാണ്. ആ പൈസ തിരിച്ചു കിട്ടാൻ വേണ്ടി ഞാനൊരു സിവിൽ കോടതിയെ സമീപിക്കേണ്ടതുണ്ട്. എന്നെ ആക്രമിച്ചതിന് പരിഹാരം കിട്ടാൻ വേണ്ടി ക്രിമിനൽ കോടതിയെയാണ് സമീപിക്കേണ്ടത്. അവിടെയാണ് ആ നടപടിക്രമങ്ങൾ നടക്കുക. എനിക്ക് 1,00,000 രൂപ തരാൻ വിധിയുണ്ടാക്കാൻ ക്രിമിനൽ കോടതിക്ക് കഴിയില്ല. എക്സിനെ ശിക്ഷിക്കാൻ സിവിൽ കോടതിക്കും കഴിയില്ല. ഇവിടെ അടിസ്ഥാനപരമായ ഒരു വ്യത്യാസം നമ്മൾ കാണേണ്ടത്, സിവിൽ കോടതികളുടെയും സിവിൽ നടപടിക്രമങ്ങളുടെയും ഉദ്ദേശം ഒരാളെ ശിക്ഷിക്കുകയല്ല. ഒരാളെ ശിക്ഷിക്കുക എന്നുള്ളത് സിവിൽ നടപടിക്രമങ്ങളുടെ, സിവിൽ കോടതികളുടെ ലക്ഷ്യമല്ല. എന്നാൽ ക്രിമിനൽ കോടതികളുടെ ഏക ലക്ഷ്യം കുറ്റവാളിയായിട്ടുള്ള ആളെ, അയാൾ കുറ്റവാളിയാണെന്ന് കാണുന്ന പക്ഷം അയാളെ ശിക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ശിക്ഷ എന്ന് പറയുന്ന ഒരു കാര്യം സിവിൽ നടപടിക്രമങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ലെന്ന് തന്നെ പറയാം. എന്നാൽ ക്രിമിനൽ നടപടികളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ
സോൾ ഒബ്ജക്റ്റീവ്, അതിൻ്റെ ഏക ഉദ്ദേശം എന്ന് പറയാവുന്നത് ഈ പ്രതിയായിട്ടുള്ള ആൾ കുറ്റക്കാരനാണെന്ന് കാണുകയാണെങ്കിൽ ശിക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പ്രാഥമികമായി ഇതിൻ്റെ ഉദ്ദേശ്യം തന്നെ രണ്ടാണ്. സിവിൽ നടപടിക്രമങ്ങൾ റെമഡിയലാണ് എന്ന് പറയും. എനിക്കുണ്ടായിട്ടുള്ള നഷ്ടം നികത്തി തരിക എന്നുള്ളതാണ്. ഇപ്പോൾ 1 ലക്ഷം രൂപ കിട്ടിയില്ല എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. ആ 1 ലക്ഷം രൂപ വാങ്ങിത്തരിക എന്നുള്ളതാണ് സിവിൽ കോടതിയുടെ ലക്ഷ്യം. അല്ലാതെ ആ 1 ലക്ഷം രൂപ തരാത്തതിന് അയാളെ ശിക്ഷിക്കാൻ മാർഗമൊന്നുമില്ല. കാരണം 1 ലക്ഷം രൂപയോ 10 ലക്ഷം രൂപയോ തരാതിരിക്കുന്നതൊന്നും ഒരു കുറ്റമായി, നമ്മളുടെ ക്രിമിനൽ കുറ്റമായി നമ്മളുടെ സ്റ്റാറ്റ്യൂട്ടുകളൊന്നും ഡിഫൈൻ ചെയ്തിട്ടില്ല. ഒരു കടം തിരിച്ചു കൊടുക്കാതിരിക്കുന്നത് ചില നേരത്തെ പറഞ്ഞ ചെക്ക് പോലെയുള്ള കാര്യങ്ങളിൽ ഒഴികെ അതൊരു ക്രിമിനൽ കുറ്റമായി ഡിഫൈൻ ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ക്രിമിനൽ കേസിലെയും സിവിൽ കേസിലെയും കക്ഷികൾ വ്യത്യസ്തങ്ങളാണ്. സിവിൽ കേസിൽ 2 പ്രൈവറ്റ് വ്യക്തികൾ തമ്മിലുള്ള ഒരു തർക്കമാണ് ഉണ്ടാവുന്നത്. ഞാനും എക്സും തമ്മിലുള്ള ഒരു തർക്കമാണ് ഉണ്ടായത്. ഞാനൊരു വക്കീലിനെ വെച്ച് കേസ് നടത്തും. അതേപോലെ തന്നെ എക്സിന് പറയാനുള്ള കാര്യങ്ങൾക്ക് അദ്ദേഹവും വക്കീലിനെ വെക്കും. ഈ 2 പേര് തമ്മിലുള്ള വാദപ്രതിവാദങ്ങൾക്ക് ശേഷവും തെളിവെടുപ്പിന് ശേഷവും ഒക്കെയാണ് സിവിൽ കോടതി കാര്യങ്ങളിലേക്ക് വരുന്നത്, തീരുമാനമെടുക്കുന്നത്. എന്നാൽ ക്രിമിനൽ കേസിനെ സംബന്ധിച്ചിടത്തോളം എല്ലായ്പ്പോഴും സ്റ്റേറ്റാണ് ഒരു സൈഡിലുണ്ടാവുക, പ്രോസിക്യൂട്ടറാണ് ഒരു സൈഡിലുണ്ടാവുക, മറ്റേ സൈഡിൽ പ്രതിയുമാണ് ഉണ്ടാവുക. ഇതിൽ പരിക്ക് പറ്റിയ ആൾ, അതിൽ വിക്റ്റിമായിട്ടുള്ള ആൾ, അതിലെ സാക്ഷി മാത്രമാണ്. ആ നിലയ്ക്കുള്ള വ്യത്യാസം സിവിൽ കേസും ക്രിമിനൽ കേസും തമ്മിലുണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അതേപോലെ തന്നെ എങ്ങനെയാണ് ഈ പ്രൊസീഡിങ്സ് ആരംഭിക്കുന്നത്, സിവിൽ കേസ് ആരംഭിക്കുന്നത് എങ്ങനെയാണ്? സിവിൽ കേസ് എനിക്കൊരു പ്രശ്നമുണ്ടായാൽ ഞാൻ തന്നെ കേസ് കൊടുക്കണം. ഞാൻ കേസ് കൊടുക്കുന്നതിലൂടെയാണ് ഈ സിവിൽ കേസ് ഇനിഷ്യേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഞാനൊരു പ്ലെയിൻറ്റ് എന്ന് പറയുന്ന ഒരു ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ ഒരു പെറ്റീഷൻ, ഒരു ആപ്ലിക്കേഷനൊക്കെ സിവിൽ കോടതിയുടെ മുമ്പിൽ കൊടുത്തുകൊണ്ടാണ്, ഒരു വ്യക്തി കൊടുത്തുകൊണ്ടാണ് സിവിൽ കേസ് ആരംഭിക്കുന്നത്. അപ്പോൾ അത് മറുഭാഗത്തിന് എതിർകക്ഷിക്ക് അതിൻ്റെ സമൻസ് പോകും. ആ എതിർകക്ഷി ആ കാര്യങ്ങൾക്കനുസരിച്ച് കോടതിയിൽ വന്ന് അയാൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയും. സിവിൽ കേസിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളും എഴുതി കൊടുത്ത് തന്നെ വേണം. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ എഴുതി കൊടുക്കണം, മറുഭാഗത്തിന് പറയാനുള്ള കാര്യങ്ങൾ അവരും എഴുതി കൊടുക്കണം. ഇത് രണ്ടും പരിശോധിച്ച് ഇതിലെവിടെയാണ് തർക്കമുള്ളത്, എന്തൊക്കെ ഇഷ്യൂസാണുള്ളത് എന്ന് കോടതി ഐഡൻറ്റിഫൈ ചെയ്യുകയും അതിനുമേൽ, ആ ഇഷ്യൂസിന് മേൽ, ആ ഡിസ്പ്യൂട്ടുകൾക്ക് മേൽ, ആ തർക്കങ്ങൾക്ക് മേൽ തെളിവുകൾ സ്വീകരിക്കുകയും ആ തെളിവുകൾ പരിശോധിച്ച് വിധിയിലേക്ക് എത്തുകയുമാണ് സിവിൽ കോടതി ചെയ്യുന്നത്. എന്നാൽ ക്രിമിനൽ കോടതി ചെയ്യുന്നത്, ക്രിമിനൽ കോടതിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസമുണ്ട്. ക്രിമിനൽ കോടതിയിൽ എല്ലായ്പ്പോഴും പ്രതി കുറ്റം ചെയ്തിട്ടില്ല എന്ന ഒരു ധാരണയോടുകൂടിയാണ് ക്രിമിനൽ കേസ് ആരംഭിക്കുന്നത്. പ്രിസംപ്ഷൻ ഓഫ് ഇന്നസെൻസ് എന്ന് പറയും. അപ്പോൾ പ്രിസംപ്ഷൻ ഓഫ് ഇന്നസെൻസോടുകൂടി ക്രിമിനൽ കേസ് ആരംഭിക്കുന്നത് കൊണ്ട് തന്നെ പ്രോസിക്യൂഷനാണ് 100% ഈ പ്രതി തന്നെയാണ് ഇത് ചെയ്തത് എന്ന് 100% ഉറപ്പോടുകൂടി തെളിയിക്കുമ്പോഴാണ് ഒരു ക്രിമിനൽ കേസ് ശിക്ഷിക്കപ്പെടുന്നത്. അതുകൊണ്ട് ക്രിമിനൽ കേസിൽ ആവശ്യമായ തെളിവിൻ്റെ അളവും സിവിൽ കേസിൽ ആവശ്യമായ തെളിവിൻ്റെ അളവും തമ്മിൽ വ്യത്യാസമുണ്ട്. 51% തെളിവ് എനിക്ക് അനുകൂലമായി സിവിൽ കേസിൽ ഞാൻ കൊടുക്കുന്നു, 49% അയാൾക്ക് അനുകൂലമായിട്ടുള്ള തെളിവ് എക്സും കൊടുക്കുന്നു എന്നാണെങ്കിൽ സിവിൽ കേസിനെ സംബന്ധിച്ചിടത്തോളം 51% തെളിവ് നൽകിയ എനിക്ക് അനുകൂലമായി സിവിൽ കോടതി വിധി പറയും. കാരണം അവിടെ ബാലൻസ് ഓഫ് പ്രോബബിലിറ്റീസ്, ഈ കിട്ടിയ തെളിവുകളെ വെയ് ചെയ്തുകൊണ്ട്, ബാലൻസ് ചെയ്തുകൊണ്ട് ഏതാണ് കൂടുതൽ വെയിറ്റ് ഉള്ളത്, കൂടുതൽ വിശ്വസനീയമായത് എന്ന് കോടതി ഒരു നിഗമനത്തിലേക്ക് എത്തുകയും അതിനെ പൂർണ്ണമായി 100% ഉറപ്പോടെ തെളിയിക്കേണ്ടതില്ല, നിങ്ങൾക്ക് അനുകൂലമായി ഈ ബാലൻസ് ടിൽറ്റ് ചെയ്താൽ മാത്രം മതി എന്നുള്ളതാണ് സിവിൽ കേസിനെ സംബന്ധിച്ചിടത്തോളമുള്ള പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ ക്രിമിനൽ കേസിനെ സംബന്ധിച്ചിടത്തോളം അതുപോരാ. 99% ഈ പ്രതി തന്നെയാണ് കുറ്റം ചെയ്തത് എന്ന് തെളിഞ്ഞിട്ടുണ്ട്. എന്നാൽ 1% സംശയമുണ്ട്, ആ പ്രതിയെ വെറുതെ വിടും. 99.9% ഈ പ്രതി തന്നെയാണ് ചെയ്തത് എന്ന് തെളിഞ്ഞിട്ടുണ്ട്, 0.1% സംശയമുണ്ട്, ആ പ്രതിയെ വെറുതെ വിടും. 100% ഈ പ്രതി തന്നെയാണ് ഈ കുറ്റം ചെയ്തത് എന്ന് തെളിയിക്കപ്പെടുന്ന സാഹചര്യത്തിൽ മാത്രമേ ഒരു പ്രതി ശിക്ഷിക്കപ്പെടുന്നുള്ളൂ എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ക്രിമിനൽ കേസിനെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ വിട്ടയക്കപ്പെടുന്ന പ്രതികൾ പലപ്പോഴും കോടതി എന്നെ കുറ്റക്കാരനല്ലെന്ന് കണ്ടു വിട്ടയച്ചു എന്നൊക്കെ പറയാറുണ്ട്. അത് പറയുന്നത് പൂർണ്ണമായ അർത്ഥത്തിൽ ശരിയല്ല. കുറ്റക്കാരനല്ലെന്ന് കണ്ടല്ല കോടതി വെറുതെ വിടുന്നത്, മറിച്ച് കുറ്റക്കാരനാണെന്ന് കാണാത്തത് കൊണ്ട് വെറുതെ വിടുന്നതാണ്. അപ്പോൾ
തമ്മിലുള്ള വ്യത്യാസം ആ നിലയ്ക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. കുറ്റക്കാരനാണെന്ന് 100% ഉറപ്പോടെ തെളിയിക്കപ്പെടാത്തത് കൊണ്ട് വിട്ടു എന്നതുകൊണ്ട് അദ്ദേഹം കുറ്റം ചെയ്തിട്ടില്ല എന്ന് കോടതി പറഞ്ഞിട്ടില്ല. കോടതിയുടെ മുമ്പിൽ 100% ഉറപ്പോടെ അത് തെളിയിക്കാനായില്ല എന്ന് മാത്രമാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ പ്രോസിക്യൂഷനാണ് അതിനെ സംബന്ധിച്ചുള്ള ബേർഡൻ ഓഫ് പ്രൂഫ് 100% എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇതാണ് ക്രിമിനൽ കേസും സിവിൽ കേസും തമ്മിലുള്ള അടിസ്ഥാനപരമായ ഒരു നടപടിക്രമങ്ങളിലെ വ്യത്യാസം. അതുപോലെ തന്നെ ഇങ്ങനെ തെളിവെല്ലാം വന്നു, ഈ കോടതിയിലെ നടപടിക്രമങ്ങളെല്ലാം കഴിഞ്ഞാൽ സിവിൽ കേസിനെ സംബന്ധിച്ചിടത്തോളം 2 ഭാഗവും അവരുടെ തെളിവുകൾ അവതരിപ്പിക്കും. എന്നാൽ ക്രിമിനൽ കേസിനെ സംബന്ധിച്ചിടത്തോളം പ്രതി ഒരു തെളിവും അവതരിപ്പിക്കേണ്ടതില്ല. അദ്ദേഹം പ്രോസിക്യൂഷൻ കൊണ്ടുവരുന്ന തെളിവുകളെ അത് വിശ്വസനീയമല്ല എന്ന നിലയിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അക്കാര്യങ്ങൾ ക്രോസ് എക്സാമിനേഷനിലൂടെയൊക്കെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമേ സാമാന്യ നിലയ്ക്കുള്ള തെളിവ് ഉണ്ടെങ്കിൽ കൊടുക്കുന്നതിനും കുഴപ്പമില്ല. കൊടുത്തില്ല, ഒരു തെളിവും പ്രതി ഹാജരാക്കിയില്ലെങ്കിലും പ്രതി വെറുതെ വിടപ്പെടാം. കാരണം പ്രോസിക്യൂഷനാണ് പ്രൂവ് ചെയ്യേണ്ടത്, പ്രോസിക്യൂഷനാണ് തെളിയിക്കേണ്ടത്. പ്രോസിക്യൂഷന് 100% ഉറപ്പോടെ തെളിയിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പ്രതി വെറുതെ വിടും. പ്രതിയെ എന്തെങ്കിലും തരത്തിലുള്ള തെളിവുകൾ തിരിച്ച് ഹാജരാക്കേണ്ട ഒരു സാഹചര്യം ക്രിമിനൽ കേസിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ സിവിൽ കോടതിയിൽ നിന്ന് ഉണ്ടാവുന്ന വിധി അത് ചിലപ്പോൾ നഷ്ടപരിഹാരത്തിനാവാം, അല്ലെങ്കിൽ ഒരു ഇഞ്ചങ്ഷൻ സ്റ്റേ പോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാവാം, റെസ്റ്റിറ്റ്യൂഷൻ ഏതെങ്കിലും സാധനം തിരിച്ച് കിട്ടുന്നതിന് വേണ്ടിയാവാം. എന്താണോ നിങ്ങളുടെ പ്രശ്നം, ആ പ്രശ്നത്തിന് അനുസൃതമായിട്ടുള്ള അതിന് അനുയോജ്യമായിട്ടുള്ള പരിഹാരമാണ് സിവിൽ കോടതി നിർദ്ദേശിക്കുന്നത്. ആ പരിഹാരം നിർദ്ദേശിക്കുന്നതോടുകൂടി സിവിൽ കോടതിയുടെ ആ നിലയിലുള്ള ജോലി അല്ലെങ്കിൽ സിവിൽ കോടതിയുടെ ഫങ്ഷൻ അവിടെ ആ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം അവസാനിക്കുകയാണ്. സിവിൽ കോടതിയിൽ നിന്ന് ഒരു വിധി കിട്ടിയത് കൊണ്ട് 1,00,000 രൂപ എനിക്ക് എക്സ് തരാനുണ്ട് എന്ന് സിവിൽ കോടതി വിധിച്ചത് കൊണ്ട് 1,00,000 രൂപ എനിക്ക് കിട്ടുന്നില്ല. ആ വിധി നടപ്പാക്കാൻ ഞാൻ വീണ്ടും കേസ് കൊടുക്കണം. ഒരു പക്ഷേ കേസൊക്കെ നടത്തി എനിക്ക് അനുകൂലമായി വിധി കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു പോട്ടെ, പഴയ സുഹൃത്തല്ലേ, ഞാൻ ഇനി ഒന്നും ചെയ്യുന്നില്ല. കോടതിക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടാവേണ്ട കാര്യമില്ല. ഞാനത് എക്സിക്യൂട്ട് ചെയ്യാൻ, ആ വിധി നടപ്പാക്കാനുള്ള നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നില്ലെങ്കിൽ എനിക്ക് ആ പണം കിട്ടാൻ പോകുന്നില്ല, ഞാൻ ആ വിധി നടപ്പാക്കുന്നില്ല എന്നതുകൊണ്ട് കോടതിയുടെ സമയം കളഞ്ഞല്ലോ എന്ന പ്രശ്നമൊന്നും കോടതിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. കോടതിയുടെ മുമ്പിൽ വന്നിട്ടുള്ള ഒരു നിയമപ്രശ്നം, ആരുടെ ഭാഗത്താണ് ശരിയുള്ളത്, ആര് പറയുന്നതാണ് ശരി എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ജോലിയാണ് കോടതിക്ക് ഉണ്ടായിരുന്നത്. ആ ജോലി ചെയ്യുന്നതോടെ സിവിൽ കേസിനെ സംബന്ധിച്ചിടത്തോളം ആ കാര്യം കഴിഞ്ഞു. നിങ്ങൾ അതിൻ്റെ ഫർദറായിട്ടുള്ള സ്റ്റെപ്സ് എടുക്കണമെങ്കിൽ അത് നിങ്ങൾ തന്നെ എടുക്കണം. നിങ്ങളതിൻ്റെ അവസാനം വരെ പോകണമെങ്കിൽ, അപ്പീൽ പോകണമെങ്കിൽ അത് നിങ്ങൾ തന്നെ ചെയ്യണം. അതല്ല അത് നടപ്പാക്കി കിട്ടാനുള്ള കേസാണെങ്കിൽ അത് വേറെ കേസ് കൊടുത്തിട്ട് അത് നടപ്പാക്കി എടുക്കണം. സിവിൽ കേസിനെ സംബന്ധിച്ചിടത്തോളം കോടതി ഒരു ആർബിറ്ററുടെ റോളിലാണ് പ്രവർത്തിക്കുന്നതെന്ന് പറയാം, ഒരു മധ്യസ്ഥൻ്റെ റോളിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് പറയാം. രണ്ടുപേരുടെയും ഭാഗം കേട്ട് രണ്ടുപേരിൽ ആര് പറയുന്നതാണ് കൂടുതൽ ന്യായം എന്ന് തിരിച്ചറിഞ്ഞ് അത് ബോധ്യപ്പെട്ട് അതിനനുസരിച്ചൊരു വിധി പറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നത് വെറുതെ ഒന്നുമല്ല, അതിന് നമ്മൾ കോർട്ട് ഫീ എന്നുള്ള നിലയ്ക്ക് ഒരു ചാർജും കൊടുക്കുന്നുണ്ട്. കോടതി ആ നിലയ്ക്ക് അത് ഒരു പെയ്ഡ് സർവീസായിട്ട് തന്നെയാണ് കോടതി അത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. എന്നാൽ ക്രിമിനൽ കേസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ക്രിമിനൽ ജസ്റ്റിസിൻ്റെ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഒരു സോവറൻ ഫംഗ്ഷനാണ്, അത് സ്റ്റേറ്റിൻ്റെ ഒരു ഫംഗ്ഷനാണ്. ആ സ്റ്റേറ്റിൻ്റെ ഒരു എന്താ പറയുക, സ്റ്റേറ്റിൻ്റെ ഒരു ബ്രാഞ്ച് എന്നുള്ള നിലയ്ക്ക്, സ്റ്റേറ്റിൻ്റെ ഒരു കോമ്പണൻ്റ് എന്നുള്ള നിലയ്ക്ക് സ്റ്റേറ്റിന് 3 ഭാഗങ്ങളുണ്ട് നമുക്കറിയാം. എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ, ജുഡീഷ്യറി എന്ന 3 ഭാഗങ്ങളുണ്ട്. അതിൽ ജുഡീഷ്യറി സ്റ്റേറ്റിൻ്റെ ഭാഗം തന്നെയാണ്. അപ്പോൾ ജുഡീഷ്യറിയാണ് ഈ ഡിസ്പ്യൂട്ടുകൾ, ക്രിമിനൽ ആയിട്ടുള്ള കാര്യങ്ങൾ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അത് സ്റ്റേറ്റിൻ്റെ ഡ്യൂട്ടി എന്നുള്ള നിലയ്ക്ക് സ്റ്റേറ്റ് ചെയ്യുന്നതാണ്. അതിന് ഈ പാർട്ടികൾ ആരെങ്കിലും എന്തെങ്കിലും പണം കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത് സ്റ്റേറ്റ് ചെയ്തോളും. സമൂഹത്തിൻ്റെ മൊത്തം സുരക്ഷയ്ക്ക് വേണ്ടി സ്റ്റേറ്റ് ഏറ്റെടുക്കുന്ന ഒരു സോവറിൻ ഫംഗ്ഷനാണ്, ഒരു സ്റ്റേറ്റിൻ്റെ പ്രധാനപ്പെട്ട ജോലികളിലൊന്നാണ് ഈ പറഞ്ഞ ക്രിമിനൽ ജസ്റ്റിസ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളത്. അപ്പോൾ അത് ആ നിലയ്ക്കാണ് ക്രിമിനൽ കോടതി എടുക്കുന്നത്. ക്രിമിനൽ കോടതിയിൽ നിന്നുണ്ടാകുന്ന വിധി, സിവിൽ കോടതിയിൽ നിന്നുണ്ടാകുന്ന വിധി ഒന്നുകിൽ എന്താണോ ചോദിച്ചിട്ടുള്ളത്, എന്ത് തരത്തിലുള്ള നഷ്ടമാണോ ഉണ്ടായത്, ആ നഷ്ടം അളന്ന് തിട്ടപ്പെടുത്തി അതിന് എത്ര നഷ്ടപരിഹാരം നൽകണം എന്ന് നിശ്ചയിക്കുന്നതാണ് സിവിൽ കോടതിയുടെ ജോലിയെങ്കിൽ അത് പൂർണ്ണമായിട്ടും റെമഡിയലായിട്ടുള്ള ഒരു കാര്യമാണ്. അതിനകത്ത് ശിക്ഷയുടെ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള നഷ്ടം, ഇപ്പോൾ ഞാൻ വണ്ടി ഓടിച്ചു, കുറച്ച് അശ്രദ്ധമായി വണ്ടി ഓടിച്ചുകൊണ്ട് ഒരാൾക്ക് പരിക്ക് പറ്റി, അയാൾക്കുണ്ടായിട്ടുള്ള ഹോസ്പിറ്റൽ ചിലവും മറ്റു കാര്യങ്ങളും, അയാൾക്ക് അതുകൊണ്ടുണ്ടായിട്ടുള്ള നഷ്ടമെല്ലാം ഞാൻ നികത്തി കൊടുക്കണം. അപ്പോൾ അത് സിവിലായിട്ടുള്ള കാര്യമാണ്. ഇതേ കാര്യം അശ്രദ്ധമായി വണ്ടി ഓടിക്കുന്നത് ഒരു ക്രിമിനൽ കുറ്റമായും നിർവഹിച്ചിട്ടുണ്ട്. എന്നതുകൊണ്ട് ഞാൻ ക്രിമിനൽ കോടതിയിലും നടപടികൾ ഫേസ് ചെയ്യണം. ആ ക്രിമിനൽ കോടതി എന്നോട് എന്തെങ്കിലും നഷ്ടപരിഹാരം കൊടുക്കാനല്ല പറയുക, മറിച്ച് എന്നെ ജയിലിലേക്ക് അടയ്ക്കണോ വേണ്ടയോ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് തീരുമാനിക്കുക.
അപ്പോൾ ക്രിമിനൽ കോടതിയിൽ നിന്ന് എപ്പോഴും ഉണ്ടാകുന്ന വിധി ഒരു പണിഷ്മെൻറ്റ് ആയിരിക്കും. എങ്ങനെയൊക്കെയുള്ള പണിഷ്മെൻറ്റാണ് ഉണ്ടാവുക? പണിഷ്മെൻറ്റ് തടവാവാം, ഇംപ്രിസൺമെൻ്റ് ആവാം, അല്ലെങ്കിൽ ഫൈനാവാം, അതല്ലെങ്കിൽ റയറസ്റ്റ് ഓഫ് റയർ കേസിൽ വളരെ അപൂർവമായിട്ടുള്ള കേസുകളിൽ ഡെത്ത് സെൻറ്റൻസ് വരെയാവാം. അപ്പോൾ ഇത്തരത്തിലുള്ള വിവിധ തരത്തിലുള്ള പണിഷ്മെൻറ്റുകൾ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. ആ പണിഷ്മെൻറ്റുകളിൽ ഏതാണോ അർഹമായിട്ടുള്ള പണിഷ്മെൻറ്റ് കോടതി നിശ്ചയിക്കുന്നത്, ആ പണിഷ്മെൻറ്റ് ആണ് പ്രതി കുറ്റക്കാരനാണെന്ന് കാണുകയാണെങ്കിൽ കോടതി വിധിക്കുക. അതാണ് ക്രിമിനൽ കോടതിയിൽ നിന്നുണ്ടാകുന്ന വിധി. എന്നാൽ സിവിൽ കോടതിയിൽ നിന്നുണ്ടാകുന്ന വിധി നഷ്ടപരിഹാരം, ആവശ്യപ്പെട്ട പ്രതിവിധി എന്താണോ ആ പ്രതിവിധി ഉണ്ടാക്കി കൊടുക്കലാണ് ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് ശിക്ഷിക്കുക എന്നുള്ള ഉദ്ദേശം ഇല്ല എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, സാധാരണ നിലയിൽ ഏത് സിവിൽ കേസും നമുക്ക് കോംപ്രമൈസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാനും എക്സും തമ്മിലുള്ള ഒരു പ്രശ്നമാണ്, അത് കേസ് നടന്നുകൊണ്ടിരിക്കുകയോ കേസിൻ്റെ വിധി ആവുന്നവരെ ഏത് ഘട്ടത്തിലും എനിക്ക് എക്സുമായി സെറ്റിൽ ചെയ്യാനും ഓക്കെ ഒരു 50,000 രൂപ തരൂ, നമുക്ക് ഈ പ്രശ്നം അവസാനിപ്പിച്ച് കളയാം, ബാക്കി ഞാൻ ഒഴിവാക്കാം എന്ന് എക്സുമായി സമ്മതിക്കുന്നതിന് എനിക്കൊരു പ്രശ്നമില്ല. എന്നൊന്നും കോടതിക്കൊരു ബുദ്ധിമുട്ടുണ്ടാവേണ്ട കാര്യമില്ലെന്ന് മാത്രമല്ല, അത്തരത്തിൽ അമിക്കബിളായി സൗഹാർദ്ദപരമായി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനെ കോടതി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെൻറ്റുകൾ സിവിൽ കേസുകളെ സംബന്ധിച്ചിടത്തോളം ആശാസ്യമായ കാര്യമാണ്, കോടതികൾ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യമാണ്. എന്നാൽ ക്രിമിനൽ കേസുകളെ സംബന്ധിച്ചിടത്തോളം പാർട്ടി ഈ വിക്ടിമും പ്രതിയും തമ്മിലുള്ള ഒരു പ്രശ്നം മാത്രമല്ല, അത് പ്രതിയും സമൂഹവും തമ്മിലുള്ള ഒരു പ്രശ്നം കൂടി ആയതുകൊണ്ട് വിക്ടിമിന് പലപ്പോഴും അത് ഗുരുതരമായ കുറ്റങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോൾ റേപ്പ് ചെയ്യപ്പെട്ട പെൺകുട്ടി ക്ഷമിച്ചു എന്ന് പറഞ്ഞാൽ, കൊല്ലപ്പെട്ട ആളുടെ ബന്ധുക്കൾ ക്ഷമിച്ചു എന്ന് പറഞ്ഞാൽ നമ്മുടെ ലീഗൽ സിസ്റ്റം അനുസരിച്ച് അത് ക്ഷമിക്കൽ ആവില്ല. അതുകൊണ്ട് കുറ്റം തീരുന്നില്ല. ആ പ്രശ്നത്തിന് അത് സമൂഹത്തിനെതിരെ കൂടി ചെയ്ത ഒരു കുറ്റമാണ്. അതുകൊണ്ട് ക്രിമിനൽ കേസുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഒത്തുതീർപ്പുകൾ, കോമ്പൗണ്ടിങ് ഓഫ് ഒഫൻസസ്, അത് അനുവദിക്കപ്പെട്ടിട്ടുള്ള സാഹചര്യങ്ങളിൽ മൈനർ ഒഫൻസസിനെ സംബന്ധിച്ച് മാത്രമേ അത് സാധ്യമാവുള്ളൂ. ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് കോംപ്രമൈസ് ചെയ്യാൻ കഴിയില്ല. ആകെ ചെയ്യാൻ കഴിയുന്നത് പിന്നെ പ്രതിക്ക് അനുകൂലമായി സാക്ഷിമൊഴി മാറ്റിപ്പറയുക എന്നൊക്കെയുള്ളതാണ്. അതൊക്കെ മറ്റു തരത്തിലുള്ള ഗുരുതരമായ പ്രശ്നങ്ങളാണ്. ഞാൻ അതിലേക്ക് ഇപ്പോൾ ഡീറ്റെയിലായി പോകുന്നില്ല. പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. ക്രിമിനൽ കേസിനെ സംബന്ധിച്ചിടത്തോളം ഒത്തുതീർപ്പുകൾക്ക് വളരെയധികം പരിമിതികളുണ്ട്. ചെറിയ കുറ്റങ്ങൾക്ക് മാത്രമേ അത് സാധ്യമാവുള്ളൂ. അല്ലാത്ത ഗുരുതരമായ കുറ്റങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ക്രിമിനൽ കുറ്റം ആ വ്യക്തിമിനെതിരെ മാത്രമുള്ള കുറ്റമല്ലാത്തത് കൊണ്ട്, സമൂഹത്തിനെതിരെ ആകെ തന്നെയുള്ളൊരു കുറ്റമായി കരുതപ്പെടുന്നത് കൊണ്ട് വ്യക്തിക്ക് അത് കോംപ്രമൈസ് ചെയ്യാനുള്ള അധികാരമില്ല. മറിച്ച് അത് സ്റ്റേറ്റിന് വേണമെങ്കിൽ അത്തരം കാര്യങ്ങളിൽ പ്രോസിക്യൂഷനിൽ നിന്ന് വിഡ്രോ ചെയ്യാനൊക്കെയുള്ള അധികാരമുണ്ട്. പക്ഷേ അതിനൊക്കെയുള്ള പ്രൊവിഷൻസ് വളരെ വിശദമായി പരിശോധിക്കപ്പെടേണ്ടതാണ്. അതിലേക്ക് കൂടുതലായിട്ട് പോകുന്നില്ല. അതേപോലെ തന്നെ ഇതിൻ്റെ നടപടിക്രമങ്ങൾ, സിവിൽ കേസുകളെ സംബന്ധിച്ചിടത്തോളം സിവിൽ പ്രൊസീജിയർ കോഡ് ഉണ്ട്. ആ സിവിൽ പ്രൊസീജിയർ കോഡ് അനുസരിച്ച്, കോഡ് ഓഫ് സിവിൽ പ്രൊസീജിയർ അനുസരിച്ചുള്ള കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങളാണ് സിവിൽ കേസിനെ സംബന്ധിച്ചിടത്തോളം നടക്കുക. എന്നാൽ ക്രിമിനൽ കേസിനെ സംബന്ധിച്ചിടത്തോളം ക്രിമിനൽ പ്രൊസീജിയർ കോഡ് ഇപ്പോൾ അത് BNSS, ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത BNSS ആയി മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ എവിഡൻസ് ആക്ട് 2 പ്രൊസീജിയറിനും ബാധകമാണ്. ഇത്തരത്തിലുള്ള പ്രൊസീജിയറൽ കോഡുകളാണ് ഈ നടപടിക്രമങ്ങളെ സ്വാധീനിക്കുന്നത്, അതിനെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ സിവിൽ കേസുകളെ നിയന്ത്രിക്കുന്നത് സിവിൽ പ്രൊസീജിയർ കോഡായിരിക്കെ ക്രിമിനൽ പ്രൊസീജിയർ കോഡാണ്, BNSS ആണ് പിന്നെ ക്രിമിനൽ കേസുകളെ നിയന്ത്രിക്കുന്നത് എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഈ 2 കേസുകളും ഒരേ സമയം വരുന്ന കേസുകൾ ഉണ്ടാവാം എന്നും ഞാൻ സൂചിപ്പിച്ചു. ഇപ്പോൾ ഡിഫാമേഷൻ പോലെയുള്ള ഒരു കേസ്, അത് സിവിലായും ക്രിമിനലായും നടപടികൾ ഒരേ സമയം നമുക്ക് എടുക്കാവുന്നതാണ്. കാരണം അതൊരു സിവിൽ റോങ് ആയിരിക്കെ തന്നെ അതൊരു ക്രിമിനൽ റോങ് കൂടിയാണ്. അപ്പോൾ അസോൾട്ട്, നിങ്ങളെ ആക്രമിക്കുന്ന കേസ്, ഇതൊക്കെ തന്നെ ഒരു സിവിൽ കുറ്റവും അതോടൊപ്പം തന്നെ ഒരു ക്രിമിനൽ കുറ്റവും ആയതുകൊണ്ട് ഈ 2 കേസുകളും ഒരുമിച്ച് നടക്കുന്നതിന് തടസ്സമില്ല. സിവിൽ കോടതിയിൽ നടക്കുന്നതിനോടൊപ്പം തന്നെ ക്രിമിനൽ കോടതിയിലും ഒരേ സമയം ആ കേസ് നടക്കാൻ പറ്റും. സിവിൽ കോടതിയുടെ വിധി ക്രിമിനൽ കേസിനെയോ ക്രിമിനൽ കേസിൻ്റെ വിധി സിവിൽ കോടതിയെയോ സ്വാധീനിക്കുകയില്ല. ഏത് ആദ്യം വന്നാലും രണ്ടിലും വ്യത്യസ്തമായി തന്നെ എവിഡൻസ് കൊടുക്കണം. അങ്ങനെ വരാനുള്ള പ്രധാനപ്പെട്ട കാരണം രണ്ടിലും എവിഡൻസിൻ്റെ അളവ് വ്യത്യസ്തമാണ്. സിവിൽ കോടതിയിൽ 51% എവിഡൻസ് ആകുമ്പോൾ തന്നെ നമുക്ക് അനുകൂലമായിട്ടുള്ള വിധി വരും. എന്നാൽ അപ്പുറത്ത് 100% ഉറപ്പോടുകൂടി തെളിയിക്കപ്പെടുമ്പോൾ മാത്രമേ ശിക്ഷിക്കപ്പെടുന്നുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ക്രിമിനൽ കേസിൽ വിട്ടയക്കുന്നതുകൊണ്ട് പ്രതി കുറ്റം ചെയ്തിട്ടില്ല എന്ന് ആ കോടതി പ്രഖ്യാപിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് പ്രതിക്കെതിരായി മതിയായ തെളിവുകളില്ല എന്ന് കോടതി നിരീക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും സിവിൽ കേസുകളും ക്രിമിനൽ കേസുകളും തമ്മിലുള്ള അടിസ്ഥാനപരമായ വ്യത്യാസം. ഈ 2 കേസുകളും
ഉയർന്ന കോടതികളിലേക്ക് എത്തുമ്പോൾ ഒരേ കോടതി തന്നെയാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അടിസ്ഥാനപരമായ ഏറ്റവും താഴെയുള്ള വിചാരണ കോടതിയുടെ സ്ഥലത്ത് മാത്രമാണ്, ആ സ്റ്റേജിൽ മാത്രമാണ് ഇത് രണ്ടും തമ്മിൽ വ്യത്യസ്തങ്ങളായി തന്നെ പോകുന്നത്. പിന്നീട് അപ്പീൽ സ്റ്റേജിലേക്ക് എത്തുമ്പോൾ ഒരേ കോടതിയിൽ തന്നെ സിവിൽ കേസുകളും ക്രിമിനൽ കേസുകളും വരും. കേരള ജുഡീഷ്യൽ സർവീസിലേക്ക് സിവിൽ എന്നും ക്രിമിനൽ എന്നും രണ്ട് തരത്തിലുള്ള അപ്പോയിൻമെൻറ്റുകളില്ല. സിവിൽ ജഡ്ജ് എന്ന ഒരൊറ്റ അപ്പോയിൻമെൻറ്റാണ് ഉള്ളത്. നിങ്ങൾക്ക് സിവിൽ ജോലികളും വരാം, ക്രിമിനൽ ജോലികളും വരാം. പിന്നീട് ഉയർന്ന പൊസിഷൻസിലേക്ക് വരുമ്പോൾ അത് രണ്ടും കൂടി ഒരുമിച്ച് ഇൻ്റഗ്രേറ്റഡ് ആവുകയും ഒരേ കോടതി തന്നെ ഈ രണ്ട് കാര്യങ്ങളും കൈകാര്യം ചെയ്യുകയുമാണ് ചെയ്യുന്നത്. കൂടുതൽ വിശദമായിട്ട് സിവിൽ നടപടികളെക്കുറിച്ചും ക്രിമിനൽ നടപടികളെക്കുറിച്ചും വിശദീകരിക്കുന്ന വീഡിയോകൾ തുടർച്ചയിൽ ചെയ്യാമെന്ന് കരുതിക്കൊണ്ട് നിർത്തുന്നു. നന്ദി.